അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജിന് പോകുമ്പോൾ ധാരാളം കടമകൾ പാലിക്കണമല്ലോ. എല്ലാവരോടും സമ്മതം ചോദിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സമ്മതവും തൃപ്തിയും ഹജ്ജിന് പോകുന്നവർക്ക് അനിവാര്യമാണ്. അവരുടെ തൃപ്തിയില്ലാതെയുള്ള യാത്ര പലപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയില്ല. അത്തരത്തിലുള്ളൊരു സംഭവമാണ് ലബ്ബൈക്കിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഉസ്മാനുൽ ഹിയരി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പോലത്തെ മഹത്തുക്കളുമായി സംഗമിക്കുകയും യഹ്യ ഇബ്നു മുആദുർ റാസി, അബൂ ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുമ പോലത്തെ വലിയ മശായിഖന്മാരുടെ മുരീദ് കൂടെയാണ് അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നൈസാബൂരിലാകുമ്പോൾ മഹാന്റെ അടുത്തേക്ക് ഒരു ഹാജി വരുന്ന സംഭവം ഫരീദുദ്ദീനുൽ അത്താർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തദ്കിറത്തുൽ ഔലിയാ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ഹാജി വന്ന് മഹാനോട് സലാം പറയുന്നു. പക്ഷേ ഒരു ഹാജി വന്ന് സലാം പറയുമ്പോൾ കാണിക്കേണ്ട സന്തോഷം മഹാൻ പ്രകടിപ്പിച്ചില്ല. ഇത് കണ്ട അദ്ദേഹം പറയുന്നു, സുബ്ഹാനല്ലാഹ്, റജുലുൻ യസൂറു റജുലൻ വലാ യുക്രിമുഹു. പടച്ചോനെ, എന്താണത്? ഒരാളെ വന്ന് സന്ദർശിക്കുന്നു, പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ പരിഗണിക്കുന്നില്ല. എന്താണിങ്ങനെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഉടനെ അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്, മൻ ഖല്ലഫ ഫിൽ ബൈത്തി വാലിദത്തൻ മരീളത്തൻ വഖസദൽ ഹജ്ജ ബിദൂനി റിളാഹ കദാ യകൂനു ഹാലുഹു. ഉമ്മയെ വീട്ടിൽ തനിച്ചാക്കി, ഉമ്മയെ പരിചരിക്കാൻ ആരുമില്ലാതെ, ആ ഉമ്മയുടെ തൃപ്തിയില്ലാതെ ഹജ്ജിന് വന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറാനേ നിർവാഹമുള്ളൂ. ഇത് കേട്ട ഉടനെ ആ ഹാജി നാട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നിട്ട് ആ ഉമ്മ വിട പറയുന്നത് വരെ ഉമ്മയോടൊപ്പം ഉമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ആ ഉമ്മയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ്. ആ ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നത്. സത്യത്തിൽ എത്രയോ ദൂരമുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഉമ്മയുണ്ടെന്നും ആ ഉമ്മയുടെ തൃപ്തിയില്ലാതെയാണ് ഇദ്ദേഹം വന്നത് എന്നൊക്കെ അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൈസാബൂരിൽ നിന്ന് അറിയുന്നത് അള്ളാഹു പ്രത്യേകമായി ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കറാമത്ത് കൊണ്ടാണ്. അങ്ങനെ അകക്കണ്ണുകൊണ്ട് മനസ്സിലാക്കി അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശമാണ് അദ്ദേഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തത്. പിന്നീട് ആ ഹാജി ഏറെ അഭിമാനത്തോടെ പങ്കുവെക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കൽബ് ശുദ്ധിയാക്കിയ, എന്നെ നേർവഴിയിലേക്ക് നടത്തിയ എൻ്റെ ഷെയ്ഖായ അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് എൻ്റെ ഉമ്മയുടെ മരണത്തിന് ശേഷം പോയപ്പോൾ വളരെ ബഹുമാനത്തോടെ ആദരവോടെ എന്നെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ ഷെയ്ഖിൻ്റെ വഫാത്ത് വരെ എൻ്റെ ഷെയ്ഖിന് വേണ്ടി ഞാൻ ഖിദ്മത്ത് ചെയ്ത് കൂടെ കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഞാൻ മാനസികമായി തളർന്നുപോയി. ആ സമയം ഞാൻ അട്ടഹസിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ കണ്ണു തുറന്ന് പറയാണ്, യാ വലതി, എൻ്റെ മോനെ, ഖാലഫ്ത സുന്നത്ത, നീ ഇപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് എതിര് പ്രവർത്തിച്ചിട്ടുണ്ട്. അഥവാ മരണപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മരണസമയത്ത് അട്ടഹസിച്ച് കരയലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ച കാര്യമാണ്. വ മുഖാലഫത്തു സുന്നത്തി ലാഹിറൻ അലാമത്തുൻ നിഫാഖി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് എതിര് പ്രവർത്തിക്കുക എന്നത് നിഫാഖിൻ്റെ, കാപട്യത്തിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ട ശിഷ്യന് ഇങ്ങനെ വിലപ്പെട്ട ഒരു ഉപദേശം നൽകിക്കൊണ്ട് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇങ്ങനെ മഹാന്മാരുടെ ഹജ്ജനുഭവങ്ങൾ ധാരാളം അവർ പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു ഹാജി ഉമ്മയുടെ തൃപ്തിയില്ലാതെ വരികയാണ്. മഹാനവറുകൾ തിരിച്ചയച്ച് പിന്നീട് ആ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്ത് മരണശേഷം തിരിച്ചു വരുന്ന സംഭവമാണ് ഇന്ന് ലബ്ബൈക്കിൽ പങ്കുവെച്ചത്. അഥവാ മാതാപിതാക്കളോടുള്ള കടമ അത്രയും വിലപ്പെട്ടതാണ്. അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി.
അവരുടെ കാൽപാദത്തിലാണ് സ്വർഗം എന്നൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇവിടെ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ പ്രത്യേകിച്ച് ഉമ്മയുടെയും ഉപ്പയുടെയും പൂർണ്ണ തൃപ്തിയോടെയും പൊരുത്തത്തോടെയും സന്തോഷത്തോടെയുമായിരിക്കണം പോകേണ്ടത്. അള്ളാഹു മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരാദരിക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തുമൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.